Welcome back to CS Bits, the complete IT solution education channel. IT ആപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഇ ബിസിനസ് ആണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ഇ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ICT ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇൻ്റർനെറ്റും കമ്പ്യൂട്ടേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുക, അതിനൊക്കെയാണ് നമ്മൾ പറയുക ഇ ബിസിനസ് എന്ന്. അതായത് കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുക എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇ ബിസിനസ് എന്ന് പറയുന്നത്. ഇ കോമേഴ്സ് സർവീസുകൾ കറക്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഇ കോമേഴ്സ് സർവീസുകളുടെ ഉപയോഗത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിസിനസ്സുകളൊക്കെ വളരെ വിൽപ്പനയൊക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ് ആണ്. ഇ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൂരം ഒരു പ്രശ്നമല്ല. അതായത് ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓൺലൈനായിട്ട് നടത്തുന്ന സമയത്ത് അത് അടുത്താണോ, അതായത് കസ്റ്റമറും സെല്ലറും അടുത്താണോ ദൂരെയാണോ എന്നുള്ളൊരു പരിമിതികളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കണ്ട് വെബ്സൈറ്റുകളിലൊക്കെ കണ്ടിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലവ് വളരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുന്ന ചിലവുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രാ സമയം കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങിക്കണം, ആ സാധനം ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയവും അത്ര പോകാനുള്ള ചിലവും ഉണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന വഴി നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് 24/7 സർവീസാണ്. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ സാധനങ്ങൾ സെർച്ച് ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും മീഷോ ആണെന്നുണ്ടെങ്കിലും മഹീന്ദ്രയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്തും നമുക്ക് എവിടെ ഇരുന്നു കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും ഒരുപാട് ചോയ്സുകളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ തന്നെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ്, അല്ലെങ്കിൽ വ്യത്യസ്ത കമ്പനികളുടെ സെയിം പ്രൊഡക്റ്റുകൾ നമുക്കവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിതിൻ്റെ ചലഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഈ ബിസിനസ്സിൻ്റെ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും IT ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് അറിയില്ല. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ നെയ്ബേഴ്സിനാണെന്നുണ്ടെങ്കിലും ഈ കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റൊന്നും ഉപയോഗിച്ചും കൊണ്ട് ഈ സാധനങ്ങളും സർവീസുകളൊന്നും ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ റൂറൽ ഏരിയയിലെ ആളുകൾ, അല്ലെങ്കിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലെ മിക്ക ആളുകൾക്കും ഈ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ അങ്ങനെ സർവീസുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറും പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ടോ നെറ്റ് ബാങ്കിങ് പാസ്വേഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളൊന്ന് കെയർഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറും പാസ്വേഡൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മോഷ്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചലഞ്ചാണ് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ഓപ്ഷൻ ഇല്ല. ടച്ച് ആൻഡ് ഫീൽ, ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് എടുത്ത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ നോക്കി, ഒന്ന് തൊട്ട് നോക്കി, അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഓൺലൈൻ വാങ്ങുന്ന ഐറ്റംസ് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ഐറ്റംസ് ഇല്ല, അല്ലെങ്കിൽ ആ ഓപ്ഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവരത് എന്ത് ചെയ്യും, ഒരു കവറിലൊക്കെ ഇട്ട് തന്ന് നമുക്കത് കറക്റ്റായിട്ട് തരും, അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയില്ല. നമ്മൾ ഈ ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ, ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്ത് നല്ല വൃത്തിയിൽ പാക്ക് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകൾ ഏതൊക്കെയാണെന്നാണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സൈറ്റുകൾ നമുക്ക് കുറേ അറിയാവുന്നതാണ്. IRCTCയുടെ സൈറ്റ്, അതായത് നമുക്ക് ടിക്കറ്റുകളും ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റുകൾ, ആമസോണിൻ്റെ സൈറ്റുകൾ, eBay, LIC ഇന്ത്യ, എയർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളെല്ലാം ഈ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകളാണ്. അടുത്തത് നമുക്ക് ഇ കോമേഴ്സും ഇ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം.
ഇ കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തും. ആ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ മണി എക്സ്ചേഞ്ചും കൂടെ ഉണ്ടായിരിക്കും, അതായത് ക്യാഷ് ഡീലിങ്സും കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഇ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിന് വേണ്ട മാർക്കറ്റിംഗ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മൾ റോ മെറ്റീരിയൽസ് നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ, മാനുഫാക്ചറിങ്ങിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ കണ്ടുപിടിക്കുക, കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ പുതിയ സപ്ലയേഴ്സിനെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ട്രാൻസാക്ഷൻസ് മാത്രം, അതായത് മണി ഇല്ലാത്ത, ക്യാഷ് അല്ലാത്ത ട്രാൻസാക്ഷൻസ്, ബിസിനസ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ വരുന്നത്. അപ്പോൾ ഇ കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ മണി എക്സ്ചേഞ്ചും കൂടെ ഉണ്ടായിരിക്കും, അതായത് ബയറും സെല്ലറും തമ്മിൽ മണി എക്സ്ചേഞ്ചും കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. മാർക്കറ്റിംഗ്, പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക, പുതിയ സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കുക, കസ്റ്റമർക്ക് ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബിസിനസ്സിൽ വരുന്നത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് EPS ആണ്, അതായത് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ആണ്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈനായിട്ട് നമ്മൾ സാധനങ്ങളും മറ്റ് സർവീസുകളൊക്കെ നമ്മൾ വാങ്ങിക്കാറില്ലേ, അത് വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെല്ലറും ബയറും തമ്മിൽ ഒരു ഫിനാൻസ് ട്രാൻസാക്ഷൻ അവിടെ നടക്കാറുണ്ട്, അതായത് ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് അവിടെ നടക്കാറുണ്ട്. അങ്ങനെയുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ EPS എന്ന് പറയുക. അതായത് ഒരു ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഇടയിലുള്ള ഒരു ഫിനാൻസ് ട്രാൻസാക്ഷൻ ഇല്ലേ, ആ ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് ഒരു ബാങ്ക് നൽകുന്ന സർവീസുകൾ നമുക്കൊരു ഇലക്ട്രോണിക് മീഡിയം വഴി അല്ലെങ്കിൽ ICT ഉപയോഗിച്ചുകൊണ്ട്, ഇൻ്റർനെറ്റും കമ്പ്യൂട്ടേഴ്സും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിങ്. അതായത് ബാങ്കിങ് സർവീസുകൾ നമ്മൾ ഓൺലൈനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബാങ്കിൽ പോകാണ്ട് തന്നെ നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാറില്ലേ, അതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ലേണിംഗ് ആണ്. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇതുപോലെയുള്ള കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലേണിംഗ്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളും അതുപോലെ തന്നെ ICT ഒക്കെ ഉണ്ടാവില്ലേ, അത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ലേണിംഗ് ടൂൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ലേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകളുണ്ട്, അത് ഏതൊക്കെയാണ് നോക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഇലക്ട്രോണിക് ബുക്ക് റീഡർ അല്ലെങ്കിൽ ബുക്കുകൾ എന്ന് പറയുന്നത്. ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസാണ്. ഓക്കെ, അതായത് നമുക്ക് കണ്ടൻസൊക്കെ, അതായത് ബുക്കിലുള്ള പോലത്തെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ, ബുക്കിലുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് നമ്മളുടെ ഒരു ഇലക്ട്രോണിക് ബുക്ക് റീഡർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്വയം വായിക്കാം, അതായത് ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ടെക്സ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, ഇലക്ട്രോണിക് ഫോർമാറ്റിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയതോ ടൈപ്പ് ചെയ്തതോ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ, അത് സ്വയം വായിക്കാൻ കഴിയുന്ന ടൂളിനെയാണ് നമ്മൾ എന്താ പറയുക, ടെക്സ്റ്റ് എന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ചാറ്റാണ് ലേണിങ്ങിൻ്റെ മൂന്നാമത്തെ ടൂളാണ് ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ ചാറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട്, അതായത് അതായത് ലൈവായിട്ട് ഒന്നിലധികം ആളുകൾ തമ്മിൽ ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ഇതുപോലെയുള്ള ചാറ്റുകളോ അല്ലെങ്കിൽ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഓൺലൈൻ ചാറ്റ് എന്ന് പറയുക. ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടൻറ്റ് എന്നാണ് പറയുന്നത്. അടുത്തത് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു വീഡിയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽ കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ TV ചാനൽ വഴിയോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റുകൾ വഴിയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഉണ്ടാക്കുന്ന കണ്ടൻസ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, കണ്ടൻസ് എന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ TV ചാനൽസ് ആണ്. എഡ്യൂക്കേഷൻ TV ചാനൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതും നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി ലേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ഇപ്പോൾ കൈറ്റ് വിക്ടേഴ്സ് ചാനലുകൾ, ഞാൻ ദർശൻ എന്നുപോലെയുള്ള ചാനലുകളൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉപയോഗിച്ച് വരുന്ന ലേണിങ്ങിന് വേണ്ടി ഉപയോഗിച്ച് വരുന്ന ടൂളുകളാണ്. ഓക്കെ,
ഇനി ഇ ലേണിങ്ങിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇ ലേണിങ്ങിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് പോവാതെ തന്നെ ഒരുപാട് ലോങ്ങിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പഠന ചെലവ് വളരെ കുറവാണ്. അത് നമ്മളൊരു കോളേജിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ പോയിട്ട് പഠിക്കുന്നതിനേക്കാളും പഠന ചെലവ് കുറവാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള സമയവും ക്യാഷും പിന്നെ ഇൻസ്ട്രക്ടർക്ക് ട്യൂഷനായിട്ട് കൊടുക്കേണ്ട ഫീസും എല്ലാം നമുക്ക് ലാഭമാണ്. അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നിന്നുള്ള ഇപ്പോൾ IIT NIT പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അവിടെ നിന്നൊക്കെയുള്ള കോഴ്സുകൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അവരുടെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സമയമോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഒന്നും ഒരു പ്രശ്നമില്ല. അതായത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് ഈ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഇ ലേണിങ്ങിൻ്റെ ചലഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഈ ലേണിങ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെയാണ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ അവിടെ കഴിയില്ല. അതായത് ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പോലും ടീച്ചർ സ്റ്റുഡൻറ്റിന് അങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് പഠിക്കുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അതായത് ചിലപ്പോൾ നമുക്ക് നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെബ് ക്യാം പോലുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ നല്ല സ്പീഡിലുള്ള ഇൻ്റർനെറ്റൊക്കെ ഇതിന് ആവശ്യമാണ് ഇ ലേണിങ്ങിന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികൾക്ക് ഇ ലേണിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അതായത് നേരിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കുറച്ച് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് പ്രത്യേകം കെയർ ചെയ്തിട്ട് അവർക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് ക്ലാസ് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇ ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ പരിഗണനയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാബിൽ പോയി പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഇ ലേണിങ്ങിലില്ല. നമുക്കിതൊക്കെ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ. നേരിട്ട് പോയി ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഇ ലേണിങ്ങിനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വെല്ലുവിളികളായിട്ട് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ചലഞ്ചസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇ ലേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളാണ് നമുക്ക് നോക്കാനുള്ളത് ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട്. അതിൽ ഇഗ്നോ ആണ്. ഇഗ്നോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന, ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ NPTEL, NCERT, അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകൾ, W3 സ്കൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റുകൾ, ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളാണ്. ഇനി നമുക്ക് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ഷനിൽ എന്താണ് ICTയുടെ ഉപയോഗം എന്ന് നോക്കാം. അതിലൊന്നാമത്തെയാണ് ഡയഗ്നോസിസ് ഇൽനെസ്. അതായത് നമുക്ക് രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഇന്ന് ICTയുടെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ, അതായത് സർജറിയൊക്കെ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, TV-യിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സർജറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ECG അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പൾസ് റേറ്റൊക്കെ നമുക്കൊരു സ്ക്രീനിൽ അവരിങ്ങനെ നോക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ സർജറി സമയത്തൊക്കെ പേഷ്യൻസിൻ്റെ കണ്ടീഷൻസും ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെലിമെഡിസിൻ, അതായത് കമ്പ്യൂട്ടേഴ്സും ടെലിഫോൺ ലൈൻസും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെലിമെഡിസിൻ, അതായത് ഡോക്ടറെ നേരിട്ട് കാണാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെലിഫോണിക്കായിട്ട് നമുക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഇമേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് CT സ്കാനും എക്സ്റേ MRI പോലുള്ള സ്കാനിങ് ഫെസിലിറ്റീസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ECG EEG പോലുള്ള മെഡിക്കൽ ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ലബോറട്ടറി ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരിക പരിശോധനകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഈ മെഡിസിൻസ് ആയിട്ട്, അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയറിൽ എന്തൊക്കെയാണ് ICT എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ നോക്കാനുള്ളത് നമ്മുടെ ഡിവൈസസ് ആണ്, അതായത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൽ ICT CT സ്കാനിങ്ങിനും MRIന് വേണ്ടിയിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ICT ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ
നമുക്ക് ഓരോ ബ്ലഡ് സാമ്പിൾസ് ഉപയോഗിച്ചും കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം ഡിവൈസുകൾ വഴിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് പേഷ്യൻസിൻ്റെ റെക്കോർഡ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കടലാസുകളാണ് തന്നിരുന്നത്. ഇപ്പോൾ എല്ലാം അവിടെ തന്നെ അവിടെ അവർ തന്നെ കമ്പ്യൂട്ടറിൽ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ തരികയാണ് ചെയ്യുക. പിന്നീട് നമ്മൾ റീവിസിറ്റിന് പോകുമ്പോൾ ഈ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെബ് ബേസ്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് മെഡിക്കൽ ഇൻഫർമേഷൻസ് അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ മെഡിക്കൽ വിവരങ്ങൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ടെലിമെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വിദേശത്തുള്ള ഡോക്ടർമാരൊക്കെ ആയിട്ടേ ചർച്ച ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാറില്ലേ. അതായത് ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട്, ഒരു ഡോക്ടർ ചിലപ്പോൾ അമേരിക്കയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് മറ്റ് രോഗികളുടെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ടെലിമെഡിസിൻ എന്നൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റിസർച്ച് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പുതിയ ഡ്രഗുകൾ പുതിയ മെഡിസിൻസ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഉള്ള മരുന്നുകളുടെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതൊക്കെ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടും ICT ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ICT എനേബിൾഡ് സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ BPO എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും BPO എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലുള്ള വർക്കുകളൊക്കെ പുറത്ത് കൊടുത്തിട്ട് ചെയ്യിക്കുക. അതായത് ഔട്ട്സൈഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുക. അതിനെയാണ് നമ്മൾ BPO അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരുപാട് കോസ്റ്റൊക്കെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ കസ്റ്റമർ കെയറുകൾ, അതുപോലെ തന്നെ നമ്മുടെ പേറോൾ സിസ്റ്റംസ്, HRM സർവീസുകളൊക്കെ അതിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെയാണ് നോളേജ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ KPO എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് കമ്പനികളൊക്കെ പുതിയ ഡാറ്റകൾ റിസർച്ച് ചെയ്യുക, ഇൻ്റഗ്രേഷൻസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുകയൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. ഈ ICT ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കോൾ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പനികളൊക്കെ ഉണ്ടാവില്ലേ, ആ കമ്പനികൾ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് കോളുകൾ വന്നും പോയും കൊണ്ടുമിരിക്കും. അപ്പോൾ ഈ കോളുകൾ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൾ സെൻറ്ററിനെ ഏൽപ്പിക്കും. അപ്പോൾ കോൾ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയിലേക്ക് വരുന്ന കോളുകൾ, ഇൻകമിങ് കോളുകൾ, ഔട്ട് ഗോയിങ് കോളുകളെല്ലാം അതിൽ ഡീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ടെലികോൺഫറൻസിങ് ആണ്. അതായത് മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. അത് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഫറൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ലൈവായിട്ട് ചാറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ IT ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി.